ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ നേരെ പളനിക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ഇനി പളനി ചെന്നിട്ട് പളനിയിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്കിനി പളനിയിലെ കാഴ്ചകൾ കാണാം. ഇൻട്രോയ്ക്ക് കുറച്ച് പവർ കുറവാണ്, കാരണം ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മൾ രാവിലെ തിരിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പളനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റിയില്ല, കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ ഞാനും ഉറങ്ങിയില്ല, രഞ്ജിത ഉറങ്ങിയില്ല. കാരണം ഇവളുമാർക്ക് രണ്ടും രച്ചൂട്ടിക്കും സീതൂട്ടിക്കും ഒട്ടും വയ്യായിരുന്നു ഇന്നലെ. ഭയങ്കര ചൂടും ഭയങ്കര വോമിറ്റിങ്ങും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗുളിക കഴിച്ചിട്ട് ഒട്ടും കുറവില്ലായിരുന്നു. അങ്ങനെ ഫുള്ള് ഇന്നലെ രാത്രി വോമിറ്റിങ്ങും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സമയമായി ഇന്നലെ ഒന്ന് കണ്ണടച്ചപ്പോൾ നന്നായിട്ടൊന്നും ഉറങ്ങാനും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ വരുന്ന വഴിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉൾമാരെ കാണിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പോകണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പളനിയിൽ. അപ്പോൾ ഡോക്ടറെ കാണിച്ച് നമ്മളിങ്ങനെ പോകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാം, നമ്മൾ മരുന്നൊക്കെ കൊടുത്തു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി ഫുഡൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മളവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവൾമാർ ഇച്ചിരി കഴിച്ചോളൂ, പക്ഷേ കുഴപ്പമില്ല, ഇച്ചിരി എനർജി വന്നിട്ടുണ്ട്. ഇപ്പം ചൂടൊക്കെ മാറി, ഇപ്പോൾ ഉറങ്ങുകയാണ് രണ്ടുപേരും. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കോട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ദൂരം. അപ്പോൾ അതൊരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സാധനം കാണുന്നത് കേട്ടോ, ടി വിയിലൊക്കെ കണ്ടുള്ളതുകൊണ്ടാണ് വിൻമില്ല്. എൻ്റെ ദൈവമേ, എന്തോരം ആണ്! അയ്യോ, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല കാഴ്ച, അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. അവിടെ തെങ്ങിൻ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ വിൻമില്ല്. ഇതോടെ എൻ്റെ പൊന്നത് അടുത്തൂടെ ഒരെണ്ണം പോകുന്നുണ്ട്. തെങ്ങിൻ കൃഷി പോലെ തന്നെ ഉണ്ട്. ഇതോ നോക്കിയാൽ നമ്മൾ വരുന്ന വഴി മൊത്തം ഇത് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലേ, പിന്നെ ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. ഈ വഴിയൊക്കെ പാസ് ചെയ്യുന്നവർക്ക് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിൻമിൽ ഫാം ഉള്ളത് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്, അപ്പുറത്തുകൊണ്ട് ഇപ്പുറത്തുണ്ട്. നമ്മൾ വരുന്ന വഴി ഭൂരിഭാഗവും ഇത് തന്നെ ആയിരുന്നു കേട്ടോ. അടിപൊളി. അപ്പം നമ്മൾ പളനിയിലെത്തി. ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ അവർ പ്രത്യേകം ചാർജൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അമ്മുമ്മയുടെ കൂടെ വന്നതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നെ എത്ര 4ലോ 3ലോ ആ സമയത്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല കേട്ടോ, ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് വരുന്ന അതേ ഒരു അനുഭവം തന്നെയാണ് ഇപ്പം. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഒരുപാട് കാഴ്ചകളൊക്കെ എന്താണെന്നൊക്കെ. അങ്ങനെ നമ്മൾ പളനിയിലെത്തി. ഇപ്പം നമ്മൾ കുറച്ചുകൊണ്ട് പളനിയുടെ മല കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്ക് പോയാൽ മതി. പിന്നെ ഇവിടുന്ന് നമുക്ക് പിന്നെ സ്റ്റെപ്പൊക്കെ ഒന്നുകിൽ നമുക്ക് സ്റ്റെപ്പ് കയറാം, പിന്നെ അല്ലാതെ റോപ്പ് കാർ സ്റ്റേഷൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ പളനി കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രി. അപ്പം ഇവിടെ തൊഴുതിട്ട് വേണം കയറാൻ പോകാൻ. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ലച്ചുട്ടി സീതൂട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. രണ്ടുപേരും ഇന്നലത്തെ ഒരു ഇതോടുകൂടി കുഴഞ്ഞു പോയേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് എനർജി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അരുണ നമുക്ക് തൊപ്പി മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തൊപ്പിയൊക്കെ എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അരുണ തൊപ്പി മേടിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി. ഇതൊരു അമ്പലമാണ്, ഇവിടെ പ്രസാദമൊക്കെ മേടിച്ചിട്ടാണ് വീണ്ടും മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 673-75 അത്രയും സ്റ്റെപ്പുണ്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കറക്റ്റ് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടുകാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തുകാരാണ് ഏറ്റവും കൂടുതൽ പഴനി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിന് അത് നമുക്കറിയാലോ, വളയൊക്കെ ധരിച്ചിട്ട് നമ്മൾ വീടുകളിൽ നമ്മൾ ഭിക്ഷ എടുത്തിട്ടാണ് എല്ലാവരും ഭയങ്കര വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ പഴനി വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു വിശ്വാസമാണ് ഇവിടെ. അപ്പം ഇവിടുത്തെ ദർശനം എന്ന് പറയുന്നത് കേരളത്തിലോട്ടാണ്. അപ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇതാണ് കിട്ടുന്നതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും കയറി വരാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് സ്റ്റെപ്പ് കയറി കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ വേണമെന്ന് കയറാൻ. ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും നമ്മളങ്ങ് മുകളിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ താഴോട്ട് വരുന്നുണ്ട്.
ഇവിടെയൊക്കെ ചന്ദനമൊക്കെ തൂക്കിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഭക്തരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലവർ കർപ്പൂരം കത്തിച്ചിട്ട് കയറാറുണ്ട്. എന്നാൽ രഞ്ജിത അവിടെ കുഴഞ്ഞു വാരി നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം ഞാനും കുഴഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വന്നത് ഒരു രാത്രി സമയമാണെന്ന് തോന്നുന്നു. രാത്രിയിലൊക്കെ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ പകലൊക്കെ വരുമ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ രാത്രി വരുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിനകത്തൊക്കെ ആയിരുന്നു വരുന്നത്. ഒരാൾ കോർഡിനേറ്റ് ചെയ്യാൻ കാണും, കുറേ അമ്മമാരൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ വളയൊക്കെ ഇട്ട് നമ്മൾ പല വീടുകളിലുമൊക്കെ ഇങ്ങനെ ഭിക്ഷയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പളനി വരുന്നത്. അന്ന് അതായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ്, കൃത്യമായ വ്രതമൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇപ്പോഴും സാധാ അമ്പലത്തിൽ പോകുന്ന കണക്കാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. പണ്ടൊക്കെ നമ്മൾ വരുന്ന ബസ്സിനകത്ത് പളനി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ മയിലിനെയൊക്കെ വരച്ചൊക്കെ വെച്ചേക്കുന്നതൊക്കെ കാണാം, നല്ല ഭംഗിയാണല്ലേ. എന്നിട്ട് കുറേ കുടങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പകുതിയോളം കയറി വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അന്യായം പൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാത്രി വന്നാൽ രാത്രിയിലത്തെ കാഴ്ച അടിപൊളിയാണ്, മനോഹരമാണ് ഈ പളനിയുടെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതാണ്ട് ദൂരെ ഒരു മലയൊക്കെ നോക്കിയേ, അയ്യോ അപ്പോൾ ഇതുമാത്രം ദൂരെ ആയിരിക്കും അല്ലേ, അടിപൊളി, അന്യായം. പഴനി എന്ന അമ്പലത്തിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. നമ്മുടെ വേൽമുരുകൻ എങ്ങനെ പഴനിയിൽ വന്നു എന്നതിന് പിന്നിലൊരു കഥ. അതായത് വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ നാരദ മഹർഷി അദ്ദേഹം മഹാദേവനെ കാണാൻ ചെന്നു. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിന് ഒരു ജ്ഞാനപ്പഴം കിട്ടിയിരുന്നു, അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ ജ്ഞാനപ്പഴം. അദ്ദേഹം അത് അറിവിൻ്റെ അമൃത് എന്ന് പറഞ്ഞ് മഹാദേവൻ അത് സമ്മാനിച്ചു. അദ്ദേഹം തൻ്റെ മക്കളായ മുരുകനും ഗണപതിക്കും ആ പഴം പകുത്തു നൽകാൻ വേണ്ടി പോയപ്പോൾ നാരദ മഹർഷി വിലക്കി. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്, പകുത്തു നൽകിയാൽ അതിൻ്റെ ഫലപ്രാപ്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇത് എൻ്റെ ഏറ്റവും ബുദ്ധിമാനായ മകന് ഈ പഴം സമ്മാനിക്കാമെന്ന് പറഞ്ഞു. അതായത് ആരാണ് ആദ്യം ഈ ഭൂലോകം 3 വട്ടം വലയം ചുറ്റി വരുന്നത് അവർക്ക് ഈ പഴം സ്വന്തമാക്കാമെന്ന് പറഞ്ഞു. അപ്പം കേട്ടപാടെ നമ്മുടെ മുരുകൻ തൻ്റെ വാഹനമായ മയിലിനെ എടുത്തുകൊണ്ട് ഭൂലോകം ചുറ്റാൻ വേണ്ടി പോയി. അതേസമയം നമ്മുടെ ഗണപതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ പോയില്ല? അപ്പോൾ പോകുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഗണപതി പറഞ്ഞു, എൻ്റെ ഈ ഭൂലോകം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞിട്ട് അവർ 3 വട്ടം വലയം ചുറ്റിയിട്ട് ആ ജ്ഞാനപ്പഴം സ്വന്തമാക്കി. അപ്പം ഭൂലോകം ചുറ്റാൻ പോയിട്ട് തിരിച്ചു വന്ന നമ്മുടെ മുരുകൻ നോക്കിയപ്പോൾ ജ്ഞാനപ്പഴം നമ്മുടെ ഗണപതി സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ മുരുകന് ഭയങ്കര സങ്കടമായി. കാരണം അദ്ദേഹം അത്രയും ഭൂലോകം മൊത്തം 3 വട്ടം ചുറ്റി അത്രയും കഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു വന്നപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മുടെ ഗണപതി അത് സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ദേഷ്യവും സങ്കടവും എല്ലാം കാരണം മുരുകൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു മലയുടെ മുകളിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഈ പഴനിമല എന്നുള്ളൊരു അമ്പലം രൂപം കൊണ്ടത്. അതായത് ജ്ഞാനപ്പഴം, അതിൽ നിന്നാണ് പഴനി എന്നുള്ളൊരു വാക്ക് തന്നെ വന്നത്. അങ്ങനെ ഒരു ജ്ഞാനപ്പഴം കാരണമാണ് നമുക്കിന്ന് ഈ കാണുന്ന ഈ പഴനിമല ഉണ്ടായത്, പഴനി എന്നൊരു അമ്പലം ഉണ്ടായത് തന്നെ. അപ്പോൾ നമ്മുടെ നാരദ മഹർഷി ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ 2 പഴവുമായിട്ട് വേണം പോകാൻ, ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് എനിക്കറിയാവുന്ന പഴനിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം ഇനിയും ഒരുപാട് കഥകൾ, ഒരുപാട് ചെറിയ കാരണങ്ങളിൽ നിന്ന് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും. അപ്പം ഇനിയും ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ നേരെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഇവിടെ 2 ക്യൂ ഉണ്ട്. അതായത് ഒന്ന് 10 രൂപയുടെ ക്യൂ, ഒന്ന് 100 രൂപയുടെ ക്യൂ. അതെന്താ സംഭവം എന്നറിയത്തില്ലേ, 10 രൂപയുടെ 100 രൂപയുടെ വ്യത്യാസം. കാരണം ഈ നിൽക്കുന്നതിനുള്ള വ്യത്യാസമായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല തിരക്കുണ്ട്, നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കട്ട ഉച്ചയായുണ്ട്, നല്ല രീതിയിലുള്ള വെയിലുണ്ട്, നല്ല കട്ട വെയിലുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വൈകുന്നേരത്തെ ദർശനത്തിനും കൂടെ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വൈകുന്നേരം അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ പായസമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ പായസം 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് എന്ന് പറയുന്നത് സെയിം പായസം തന്നെ, ഒന്ന് പ്ലാസ്റ്റിക്കിനകത്തും ഒന്ന് പണ്ടത്തെ ആ ക്യാനില്ലേ അതിനകത്തും കൊടുക്കുന്നു. അത് നമ്മൾ 5 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ, അത് വേണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റെപ്പ് കയറി വരാം, അല്ലെങ്കിൽ റോപ്പ് കാർ സ്റ്റേഷനുണ്ട്, അങ്ങനെ റോപ്പ് കാർ സ്റ്റേഷനിൽ വരാം. പ്രായമായവരൊക്കെ അതിൽ വരുന്നതായിരിക്കും നല്ലത്, അല്ലാത്തവരൊക്കെ സ്റ്റെപ്പ് കയറി വന്നാൽ അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഒരു നല്ല കാഴ്ചകളൊക്കെ കണ്ട് കയറി വരാൻ പറ്റും. അപ്പോൾ റോപ്പ് കാർ സ്റ്റേഷനിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് ഒരുപാട് സമയം എടുത്ത്, നല്ല തിരക്കുണ്ടായിരുന്നു, ക്യൂ ഒക്കെ നിന്ന് വേണം വരാൻ. സമയം ഏകദേശം ഒരു 1 മണി 1:30 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ ഒന്നെങ്കിൽ വരുവാണെങ്കിൽ വൈകുന്നേരം ഒരു 3 മണി തൊട്ട് നമ്മൾ കയറണം, അല്ലെങ്കിൽ നമ്മളൊരു രാവിലെ വന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറാൻ നിൽക്കണം. നട്ടുച്ചയ്ക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം, ഒന്നാമത്തെ കാര്യം വെയിൽ. നമുക്ക് കയറി വരുമ്പോഴൊക്കെ നമ്മുടെ കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ, ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ കയറുമ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ഈ വെയിലും കൂടെ കാരണം നമ്മൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും നമുക്ക് പെട്ടെന്ന്. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചായിട്ട് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ കയറുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ പെട്ടെന്ന് സുഖമായിട്ട് നമുക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല.
അങ്ങനെ നമ്മൾ തിരിച്ചു തന്നപ്പോൾ എന്താ ഇവിടെ ഫുള്ള് കുരങ്ങന്മാരുടെ താവളമായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒറ്റൊരെണ്ണത്തിനെ പോലും കണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചെറുതും വലുതും ഏതൊക്കെ സൈസ് വേണം അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം എടുത്തുകൊണ്ട് പോകും, പിന്നെ കിട്ടത്തേ ഇല്ല. അതാണ്ട് അവിടെ ഒരെണ്ണം അരിപ്പുണ്ട് വലുത്, അതാണ്ട് ഇരിക്കുന്നത്. പളനിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റ് ചെയ്യുകയും വേണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.